ഇതാണോ താൻ പറഞ്ഞ സ്പെഷ്യൽ ഗിഫ്റ്റ്? വേദനിച്ചോ? ഇത് സുഖമുള്ളൊരു വേദനയല്ലേ? നിനക്ക് എന്നോടാണോ പ്രണയം, അതോ എന്റെ ശരീരത്തോടോ? ലൂഡോ. എനിക്കുള്ള ഗിഫ്റ്റ് എവിടെ? എൻ്റെ കൈ രണ്ടും കെട്ടിയിട്ട് നേരം വെളുപ്പിക്കാനാണോ ഉദ്ദേശം? ഇങ്ങനെ നോക്കില്ലടോ, കൊതിയാവുന്നു. ഇതിനു മുൻപേ ഇതുപോലെ കൊതിച്ചതൊക്കെ നേടിയിട്ടുണ്ടോ? കൊതിച്ചതൊക്കെ നേടാൻ ഏതറ്റം വരെ പോവല്ലേ? എന്ത് ധൈര്യത്തിലാ നീ ഞാൻ വിളിച്ചപ്പോ എന്റെ കൂടെ വന്നത്? ഞാനേ ഒരാണായതുകൊണ്ട്. ഒരുപാട് ആഗ്രഹിച്ചു പോയ പ്രായത്തിനും ജീവനും ഒന്നും ഒരു വിലയില്ലാണ്ടാവല്ലേ? ആ, നിനക്കുള്ള ഗിഫ്റ്റ് വേണ്ട. എന്തു പറ്റി? ലഞ്ച് കഴിഞ്ഞ് നേരത്തെ ഇങ്ങ് ഇറങ്ങിയോ? ആ, ഇന്ന് നേരത്തെ കഴിച്ചിട്ടിങ്ങ ഇറങ്ങി. ഓ, ഇതാരാ? ഇത് ഞങ്ങള് ഫ്രണ്ടാ. അവക്ക് പ്ലാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോ അവളും ഇങ്ങോട്ട് വന്നു. സാധനം കൊടുത്തിട്ടുണ്ടോ? ഏയ് ഇല്ല ഏട്ടാ, അവക്ക് അച്ഛനും ചേച്ചിയൊക്കെ പേടിയാണ്ട് ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ. ആ, നിങ്ങളിവിടെ എനിക്ക് ഞാനൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ആ, ഓക്കെ. ഹായ്. ഹായ്. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഇതിന് വേറെ കുറെ വെറൈറ്റി ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഓ, ആണോ? വേണമെങ്കിൽ ഞാൻ വാങ്ങാട്ടോ, പൈസ തരാം. അയ്യോ, ചേച്ചി അറിഞ്ഞ എന്നെ കൊല്ലും. അതെ, ഇൻസ്റ്റയിൽ ഭൂമി പ്ലാന്റ്സ് ആൻഡ് പോട്ട്സ് എന്നൊരു പേജുണ്ട്. അതൊന്ന് ഫോളോ ചെയ്താൽ മതി. അതിനകത്ത് ഇഷ്ടം പോലെ പുതിയ കളക്ഷൻസ് ഒക്കെ വരും. ആ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഫോളോ ചെയ്യാം. ശരി, എന്നാ പിന്നെ നോക്കൂ കേട്ടോ. കാണാം. അതെ, എങ്ങനെയെങ്കിലും ഇന്നു മുതൽ സാധനം അവൾക്ക് കൊടുക്കണം. പിന്നീട് ചോദിച്ചു വന്നാൽ കൊടുക്കരുത്. നേരെ എൻ്റെ അടുത്തേക്ക് വരാൻ പറയണം. നിങ്ങൾക്ക് ഒരു റിസ്കും ഇല്ല. നോക്കാം, പക്ഷേ പുതിയ കസ്റ്റമേഴ്സിനൊക്കെ കിട്ടുമ്പോ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണം. അതിനെന്താ, നിങ്ങൾക്ക് വേണ്ടത് ഫുൾ സെറ്റാക്കി തരാം. പോരെ? നീ ഇതൊക്കെ എങ്ങനെ പഠിച്ച്? അതോ, വീട്ടിൽ നിന്ന് ട്യൂഷന് പോവാന്ന് പറഞ്ഞിറങ്ങും. എന്നിട്ട് വിക്കിച്ചേട്ടന്റെ ഷോപ്പിൽ പോയി അവിടുന്ന് പഠിച്ചതാ. എനിക്ക് പേടിയാവുന്നടി. എടി, ഇതൊക്കെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാ. എന്നാലും ആരെങ്കിലും ഒക്കെ അറിഞ്ഞ? അതിന് നിന്റെ അച്ഛനെ ഇവിടില്ലല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നേ? അല്ല ചേച്ചി, അതിന് നിന്റെ ചേച്ചി യുകെ അല്ലല്ലേ, ആരും അറിയത്തില്ലടി. എടി, നീ ഒന്ന് ട്രൈ ചെയ്. ഇങ്ങോട്ട് നോക്ക്, ഞാൻ കാണിച്ചു തരാം.
ഇത്രേ ഉള്ളൂ. വലിച്ചോ, വലിയടി. എടി, ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇത് യൂസ് ചെയ്യുമ്പോ ഇങ്ങനാ. എനിക്കതില്ലാതെ പറ്റുന്നില്ലടി. എടി, എന്റെ കയ്യിലില്ല. ഞാൻ നിന്റെ കാല് പിടിക്കാം, പ്ലീസ്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്. ആ പോട്ട് ഷോപ്പിൽ വിക്കി ചേട്ടനില്ലേ, ചേട്ടന് മെസ്സേജ് അയക്കും. ചേട്ടൻ തരും. ചേട്ടാ, ഞാൻ ചിന്മയാ. അന്ന് ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ചുകൂടെ തരുമോ? മോളൊരു കാര്യം ചെയ്യ്, നാളെ ലഞ്ച് ടൈമിൽ ഷോപ്പിലേക്ക് പോവാ. പുതിയൊരു സാധനം തരാം. മോളെ, മോളെ എണീക്ക്. മോളെ, മോളെ, മോളെ എന്താ പറ്റിയേ? മോളെ, സാറേ, ഒരു അരമണിക്കൂർ ഞാൻ ഊണ് കഴിക്കാനായിട്ട് ജസ്റ്റ് പുറത്തോട്ടിറങ്ങിയതാ. സാറേ, താമസിക്കത്തില്ലോ? ആ, ഞാൻ ദേ വണ്ടിയിലോട്ട് കയറുവാ. ഒരു കുഴപ്പമില്ല, ഞാനിപ്പോൾ ഉടനെ എത്തും. ഞാൻ എത്തി. എന്റെ കുഞ്ഞിന് എന്തോ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയെന്ന് മാത്രം അറിഞ്ഞ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ നീ എനിക്ക് സമ്മാനിച്ചതോ ജീവനില്ലാത്ത എന്റെ കുഞ്ഞിന്റെ ജഡം മാത്രം. അവളെ ഒന്നെനിക്ക് അവസാനമായിട്ട് കാണാൻ പോലും പറ്റാത്ത രീതിയിലാണ് നീ എനിക്ക് സമ്മാനിച്ചത്. അത് കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ അച്ഛന്റെ പാതി ജീവൻ കൂടെ. ഒരിക്കലും ഞാൻ നിന്നിലേക്ക് എത്തില്ലായിരുന്നു. പക്ഷേ
അന്ന് ചിന്നുവിന് എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയോ? അന്ന് ഞങ്ങളോട് പറയാതെ അവള് ബ്രേക്ക് ടൈമിൽ പോയത്. പിന്നെന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയില്ല ചേച്ചി. അപ്പൊ പിന്നെ ഇതെന്താ? അന്ന് വിക്കിച്ചേട്ടൻ്റെ ഷോപ്പിൽ വെച്ച് അവളെ കണ്ടപ്പോൾ ചേട്ടൻ നിർബന്ധിച്ചിട്ടാ അന്ന് ഞങ്ങളത് അവൾക്ക് കൊടുത്തത്. പിന്നീട് അവൾ ചോദിച്ചാ അത് കൊടുക്കരുതെന്നും പറഞ്ഞു. നിങ്ങളൊക്കെയാണോ? ചേച്ചി എൻ്റെ അനിയത്തിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ മനഃപൂർവ്വം അതൊരു ആക്സിഡന്റ് കേസാക്കി മാറ്റിയത് എന്തിനാണെന്ന് എനിക്കറിയണം. പശുവും ചത്തുമോറിലെ പുളിയും പോയി കഴിഞ്ഞപ്പോഴാണോ വെച്ചേ കുഴി തോണ്ടാൻ വന്നേക്കുന്നത്? ചത്തതല്ലല്ലോ സാറേ, കൊന്നതല്ലേ. കൊച്ചു വല്ലോൻ്റെയും കൂടെ പോയി വണ്ടിക്കടി കയറി ചത്തതിന് ഞങ്ങൾ എന്ത് വേണം? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടു കാണുമല്ലോ. പോലീസ് സർജന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ചിലരെറിഞ്ഞ ലക്ഷങ്ങൾ പോരെ. കൂടപ്പറപ്പിനെ നഷ്ടപ്പെട്ട എനിക്ക് ഇനിയൊന്നും നോക്കാനില്ല. പട്ടിയെ പൂച്ചയാക്കാനും പൂച്ചയെ പട്ടിയാക്കാനുമുള്ള എല്ലാ പഴുതുകളും നമ്മുടെ നിയമത്തിലുണ്ട്. ആ പഴുതുകളെല്ലാം അടച്ചുള്ള ഒരു മോഡസ് ഓപ്പറാൻഡി ആയിരുന്നു ആ കൊലപാതകം. അതിനെ അങ്ങനെ വിശേഷിപ്പിക്കാനേ പറ്റൂ. ഹലോ സാർ. ആ ശരി സാർ, ഞാനെത്താം. അന്ന് ഊണും കഴിഞ്ഞ് ആലപ്പുഴകൾ ലോഡുമായിട്ടാണ് ഞാൻ വണ്ടി എടുത്തത്. പക്ഷേ ആളുകളൊക്കെ ഓടിക്കൂടിയപ്പോഴാണ് കുഞ്ഞെ ഞാനിത് കാണുന്നേ. അറസ്റ്റെല്ലാം കഴിഞ്ഞ് ഇതൊന്നും പുറത്ത് പറയാതിരിക്കാൻ എനിക്ക് കുറച്ച് കാശ് കിട്ടി. അതുപോലെ തന്നെ ജാമ്യത്തിലെടുത്തോളാമെന്ന് അവർ പറഞ്ഞു. ആര്? അത് നീ എന്ത് കരുതി? ആ പാഴ്സൽ നിനക്ക് തെറ്റി വന്നതാണെന്നോ? നീ എന്റെ പിന്നാലെ ആയിരുന്നില്ല. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ നിന്റെ പിന്നാലെയായിരുന്നു. തെറ്റ് ചെയ്തവർ ആരും രക്ഷപ്പെടില്ല. ശിക്ഷ കിട്ടേണ്ട കാലയളവിന് കുറച്ച് സാവകാശം കിട്ടുമെന്നേ ഉള്ളൂ. എടി, പക്ഷെ അയാളിലേക്ക് എങ്ങനെ എത്തണമെന്ന് പോലും എനിക്കറിയില്ല. നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ? ആ, എന്തായിരുന്നു? ഞാൻ നിങ്ങളുടെ പേജ് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഞാൻ ഈ വഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഓ, ഉള്ളൂ. വീട് എവിടെയായിരുന്നു? കോട്ടയം. ആ, ഇതൊക്കെ മാറ്റിയിട്ട് ഹൈബ്രിഡ് ഒന്ന് ട്രൈ ചെയ്തോടെ? വന്നിട്ടുണ്ട്. ഹായ്. ഹായ് മാഡം. വിക്കി അറിയോ? ഭൂമി പ്ലാൻ ഷോപ്പിലെ? ആ, അതെ പറയൂ മാഡം. ആക്ച്വലി ഞങ്ങൾ എല്ലാരും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാ. Okay. അപ്പോ അവൻ ഇപ്പൊ എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടേ ഇല്ല. ആ. എനിക്ക് അവനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? പിന്നെന്താ മാഡം. ഓക്കെ. ഇനി വെച്ച് താമസിപ്പിക്കണ്ട, ടൈമായി. നിന്നെ കൊണ്ട് ഒറ്റയ്ക്കിത് പറ്റുമോ?
ഞാൻ ഒറ്റയ്ക്കാണെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? നിനക്ക് വേണ്ടി ഞാൻ വിരിച്ച വലയിൽ നീ പോലും അറിയാതെ വന്നു പെട്ടു. എനിക്കറിയായിരുന്നു നീ ആ മീറ്റിംഗിൽ കയറിക്കൊടുത്തു. നിന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ആ ഗെയിമിൽ മനഃപൂർവ്വം തോറ്റു തന്നത്. അങ്ങനെ ഒതുക്കത്തിൽ നീ വന്ന് വീണു.